സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇന്നും മഴ കനത്തേക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എല്ലാ ജാഗ്രതകളും പ്രിയപ്പെട്ട നാട്ടുകാരും പ്രേക്ഷകരും പാലിക്കണം എന്ന ഒരു റിക്വസ്റ്റോടെ ഷബീദ് റാവുത്തർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷബീദ്, ഗുഡ് മോർണിംഗ്. ഷബീദ്, ഇപ്പോഴും തിരുവനന്തപുരം നഗരത്തിൽ മഴ കനക്കുന്നുണ്ടോ? അവിടെ വെള്ളക്കെട്ടൊക്കെ ഇറങ്ങിയോ? എന്താണ് ലേറ്റസ്റ്റ് അവസ്ഥ ഫ്രം ട്രിവാൻഡ്രം? വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലത്തെ സാഹചര്യം ഇന്ന് തിരുവനന്തപുരത്തില്ല. കാരണം ഇന്നലെ കാര്യമായ മഴ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സാഹചര്യത്തിൽ ഈ വെള്ളക്കെട്ടുകൾ ഇപ്പോൾ കാര്യമായിട്ടില്ല, പക്ഷേ എങ്കിലും ചില പ്രദേശത്ത് വെള്ളക്കെട്ടുണ്ട്. അതിൻ്റെ വിശദമായ വിവരങ്ങൾ സലീം മാലിക് സംഭവ സ്ഥലത്ത് നിന്ന് അപ്ഡേറ്റ് ചെയ്യും. ഈ കാലാവസ്ഥാ വിവരങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ കാലാവസ്ഥാ അപ്ഡേഷനെ കുറിച്ച് പറഞ്ഞാൽ, സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പതിവിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് മഴ ലഭിക്കുന്നതെന്ന് കാലാവസ്ഥാ വകുപ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നുണ്ട്. സാധാരണ രീതിയിലുള്ള മഴക്രമമല്ല എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ നിന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടുത്തെ ആളുകൾ കൂടുതൽ ജാഗ്രത പാലിക്കണം. കനത്ത മഴ അവിടെ ലഭിച്ചേക്കുമെന്നുള്ളതാണ് പ്രവചനം. പത്തനംതിട്ടയിൽ നാളെയും റെഡ് അലേർട്ട് ഉണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടും, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 11 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നുള്ള പ്രവചനം അത് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടതാണ്. വിഴിഞ്ഞത്തും ശ്രീകാര്യത്തും കഴക്കൂട്ടത്തും ഒക്കെ വ്യാപകമായി ഈ ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യം അത് സംസ്ഥാനത്ത് മറ്റ് ജില്ലകളിലും കാര്യമായി ഉണ്ട്. അത് കാര്യമായ അപകടങ്ങൾക്ക് വഴിവെക്കുന്നു എന്നുള്ളത് ഒരു കാര്യം. അത് ജനങ്ങൾ കാര്യമായി അക്കാര്യത്തിൽ ശ്രദ്ധിക്കുകയും വേണം. മലയോര മേഖലകളിൽ ജാഗ്രത തുടരണം. അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിച്ചേക്കുമെന്നും പൊതുജനങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ നൽകുന്ന ജാഗ്രത പാലിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിട്ടുണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നത്. അത് മലവെള്ളപ്പാച്ചിലിനും അതേപോലെ തന്നെ മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നു. നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട്. ഇനി തീരദേശത്തെ സാഹചര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ തീരദേശത്തെ ആദ്യ 3 ബെൽറ്റുകളിൽ താമസിക്കുന്ന ആളുകൾ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. കാരണം ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും പരിസരവാസികളും ജാഗ്രത പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പ് കൂടിയുണ്ട്. ഏതായാലും വലിയ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് മഴയുമായി ബന്ധപ്പെട്ട കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു ഷബീദ് റാവുത്തർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.